നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പിള്ളേർക്ക് ചോറുപാട്ട് വന്നതാണ്. ഇന്ന് സിദ്ധാർത്ഥിന് സ്കൂൾ അവധിയാണ്, ഞായറാഴ്ചയാണ്. വെളിയിലോട്ട് ഇറങ്ങി വരാനുള്ള ആകാംക്ഷ ഉണ്ടോ? നമ്മളെ കാണാൻ വേണ്ടി, അല്ലാതെ അവൻ വെളിയിൽ ഇറങ്ങത്തില്ല. സന്തോഷപ്രകടനമാണ്. ഇന്ന് മോനെ കൂടെ കണ്ടതിൻ്റെ ഒരു ഇളക്കമുണ്ട്. പിങ്കിയൊക്കെ ചാടി എണീച്ച് അവനെ കണ്ടുകൊണ്ട് അവന് കളിക്കാൻ വന്ന് നോക്ക്. ഇതൊക്കെ ഇല്ലാത്തതിൻ്റെ ആ വിഷമം. നമുക്ക് അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട്, അല്ലാതെ അവരോടുള്ള ഇതൊന്നും അല്ല, നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അവനെ എടുത്തുകൊണ്ട് നടക്കാൻ ഉണ്ടോ. പങ്കിക്ക് അസൂയാണ്. അടുത്ത് പിങ്കി എടുക്കപ്പോൾ പിങ്കിക്കും അത് തന്നെ. വെയിറ്റൊക്കെ കുറഞ്ഞ് ചേർക്കണ്ടേ, മറ്റേ വലിയ പാടായിരുന്നു അവനെ പൊക്കി എടുക്കാൻ. ഇപ്പം വെയിറ്റ് ഇല്ല ചേർക്കൻ. എന്തിനു വേണേലും നിന്ന് വരും. ടെൻഷൻ കൊണ്ടായിരിക്കും, ഫുഡിൻ്റെ കുറവില്ല, നമ്മളെ കാണാത്തതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും അവൻ ഇത്രയും മോശമാകുന്നത്. ഇന്നിപ്പോൾ ഇവരെയൊക്കെ ഒന്ന് അഴിച്ചു വിട്ട് ഒന്ന് കൈയും കാലമൊക്കെ ഓടിക്കാം. മഴയും അലമ്പും ചെളിയും വെള്ളമൊക്കെയാണ്, ഒരു ദേഹം മൊത്തം അഴുക്കാകുന്നു. അഴിച്ചുകൊണ്ടിറങ്ങിയിട്ടുണ്ട് മോന്. തൂരാനും പെടുക്കാനും ഇവിടെ എവിടെ ആയാലും തുരക്കും. എല്ലാം അലമ്പാട്ട് കിടക്കുക. അവൻ ഓടി വന്ന് എൻ്റെ കൂട്ടിനകത്ത് തന്നെ കയറി. എൻ്റെ പങ്കി അഴിച്ചു വിട്ടിട്ട് അവൾ പോകാതെ അവിടെ തന്നെ നിൽക്കുക. നമ്മളെ കണ്ടപ്പോൾ അവൾ ഓടി തിരിച്ചു വന്ന്. അവളെ അഴിച്ചു വിട്ടിട്ട് അവൾ പോകുന്നില്ല. അവളപ്പുറം വരെ പോയിട്ട് ഇഞ്ഞ് പോരുന്നു. അവൾക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ തക്കം കിട്ടി ഓടിക്കളയുന്നുള്ളൂ, അല്ലാതെ അഴിച്ചു വിടണമെന്നൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആത്തിക്ക പിടിച്ച് കിടക്കുന്നു. ഒരുപാട് പിടിച്ച് മഴ വെള്ളം നനവൊക്കെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു, നിറച്ച് പൂത്തിരിക്കുക. വെള്ളം കെട്ടിക്കിടക്കുക, ഭയങ്കര മഴയില്ലേ, അതൊന്ന് വൃത്തിയാക്കാനോ ഒന്നും പറ്റുന്നില്ല. പങ്കി അഴിച്ചു വിട്ടേക്കും, അവൾ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. അവളപ്പുറം വരെ ഒന്ന് ഓടും, പിന്നെ ഇഞ്ഞ് വരും, പിന്നെ ഒന്ന് ഓടും, അവിടെ വരും. അവൾക്കങ്ങനെ പോകണമെന്നൊന്നുമില്ല. ഡോണ് പിന്നെ ഫുൾ ടൈം ഫ്രീ ആയതുകൊണ്ട് തുറക്കാനായിട്ട് പോവുക. മൊത്തം അലമ്പാട്ട് കിടക്കുന്നു. ചൂലിട്ട് ഓടിക്കാൻ പോലും പറ്റത്തില്ല, ചെളിയായതുകൊണ്ട്. നമുക്കൊന്ന് തൂത്ത് വരാൻ ഷീജമ്മ അടക്കിയേക്കുന്നിടത്തൊക്കെ ചെന്ന് പോച്ചയൊക്കെ വലിച്ചു പറിക്കുന്നുണ്ട് അവളാ വൃത്തിയാക്കുന്ന അവിടെ. ഡോണ് ഡീസൻ്റായിട്ട് വന്ന് കൂട്ടിലങ്ങ് കിടന്നു. പങ്കിച്ച് ചെയ്യാണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഓടിഞ്ഞ് വരും. ഇനി പോരുന്ന അവിടെ ഓട്ടം കഴിഞ്ഞു. പങ്കിച്ച് ഇത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ. ഇന്നെന്താണെന്നറിയത്തില്ല, വലുതായിട്ട് അവളങ്ങ് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. കാക്കയും സമയത്ത് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അങ്ങനെ പോകത്തില്ല, ഞങ്ങൾ വരുമ്പോൾ എല്ലാം പിന്നെ അവിടെ ഉണ്ട് കാക്ക. ആ ഒരു കാക്ക അവിടെ നമ്മളെ വിട്ട് പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. പങ്കിക്ക് മതിയെന്ന്, ഞങ്ങൾക്ക് ഓടണ്ട, പൂട്ടിക്കോ എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കുക.
അവർക്ക് മഴയും അലമ്പും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ചെളിക്കകത്തൊന്നും കിടന്ന് ഓടാൻ പോകാത്തത്. ദാണ്ടിരിക്കുന്ന രണ്ടെണ്ണം. പിങ്കി പിന്നെ സമയം കിട്ടി അവിടെ എല്ലാം തുറക്കാൻ പറ്റുമെന്ന് നോക്കും. ഇന്ന് മോനങ്ങനെ സ്കൂൾ അവധി ആയതുകൊണ്ട് അവൻ വന്ന് അവരെയൊക്കെ ഇന്ന് അഴിച്ചു വിട്ട് എല്ലാം കൊണ്ട് നടക്കുക. ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് ടൂള് കൊടുത്തായിരുന്നു. ടൂള് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ചോറ് വലിയ ഇതില്ലാത്തത്. ടൂൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് കയറി വെള്ളം കുടിച്ച് അവിടെ കിടന്നോളും. പിന്നെ ചോറിനോട് വലിയ താല്പര്യമില്ല. ഇതുകൊണ്ട് ഭയങ്കരനൊരു കുഴി എടുത്തിട്ടേക്കുന്നുണ്ട്. പിങ്കിയുടെ പണിയാണ്. അവൻ്റെ അവിടെ നിന്ന് കുഴിയെടുത്ത് ആ മണ്ണ് അവിടെ പോയെന്ന് പോലും അറിയത്തില്ല. വഴി തൊലിച്ചു പോയെന്നു. മോനുമായിട്ട് കളിക്കാനുള്ള ആ സന്തോഷം കണ്ടോ ഡോണിൻ്റെ. ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു മുഖത്തൊരു തെളിച്ചമൊക്കെ വന്നത്. ഞങ്ങൾ രാവിലെ തൊട്ട് അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. മോനവരുമായിട്ട് കളിക്കാനൊക്കെ അവനും ഭയങ്കര സന്തോഷമാണ്. സ്കൂളിലൊക്കെ പോകേണ്ടതുകൊണ്ടാണ് അവനും അങ്ങനെ അവനെയും കിട്ടാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അവരുടെ കൂടെ. ഇതുങ്ങളുടെ കൂടെയൊക്കെ കയറിയ അലർജിയൊക്കെ ഉണ്ടാകും. എന്നാലും അവനതിൻ്റെ കീഴിൽ നിന്ന് മാറത്തില്ല. ഇവനക്ക് രോമം കൂടുതലുള്ളതുകൊണ്ട് പൊടി. മഴയത്ത് നമ്മുടെ അരളിച്ചെടിയൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റ്. അതുകൊണ്ട് ചെടിയെല്ലാം ഒടിഞ്ഞു വീണ് കിടക്കുന്നു. അവളെ തൊടുന്നതന്നെ അവൻ ചെന്ന്. പിങ്കി ഇന്ന് കൊടുക്കുന്നുണ്ടോ അതിനോട്ട് സന്തോഷപ്രകടനം കണ്ടോ പിങ്കിയുടെ. എന്ത് ചെയ്താലും അവൾ നിന്ന് കൊടുക്കും. ഡോണും പിങ്കിയും എന്ത് ചെയ്താലും ഒന്നും അനങ്ങത്തില്ല. പക്ഷെ പങ്കിയുടെ അടുക്ക ഒരു പണിയും നടക്കത്തില്ല. പങ്കിയുടെ വയറ്റത്തൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അതിന് എന്തുവാന്ന് പറഞ്ഞാൽ അവളെ പൊക്കിയെടുക്കാനും പറ്റത്തില്ല. ഇവരെയൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കാം, പക്ഷെ മറ്റുള്ള പൊക്കിയെടുക്കാനും പറ്റത്തില്ല. വയറ്റത്ത് കൈ തൊട്ടാൽ അവളപ്പം പ്രശ്നം ഉണ്ടാകും. പിങ്കിയൊക്കെ ഇന്ന് നല്ല ഇതിലാണ്. കളിക്കാൻ ആളിനെ കിട്ടിയത് കൊണ്ട് അവനും ചെല്ലുക. അവൻ പിന്നെ അവനെ മാത്രമേ ആകാവുള്ളൂ, വേറെ ആരെയും തൊടരുത്. ഒന്ന് സിദ്ധാർത്ഥ് തന്നെ ദേഹമൊക്കെ തുടച്ച് കൊടുക്കുന്നു നമുക്ക്. അവനെല്ലാം ചെളിക്കകത്തൊക്കെ പോയി കിടക്കുന്നതിൻ്റെ. ഇന്ന് മോൻ്റെ പരിപാടിയല്ല. ഇന്ന് അവൻ തന്നെ പറഞ്ഞ് അവൻ ചെയ്തോളാന്നല്ല. കുറച്ച് ടൂളും കൂടെ കൊടുത്തിട്ടുമെങ്കിൽ വൈകുന്നേരത്തേക്ക് ഇപ്പം തന്നെ അവനങ്ങ് തിന്നും. ചോറിനേക്കാളും കൂടുതൽ താല്പര്യം അവർക്ക് അതിനോടാണ്. താഴെ കളയുമെന്നല്ല അമ്മ. വന്ന ഉടനെ നമ്മൾ കൊടുത്തതാണ്. പക്ഷേ അവർക്ക് എത്ര കിട്ടിയാലും ഇതിനോട് വലിയ താല്പര്യമാണ്. നമുക്ക് ഫുൾ ടൈം ഇപ്പോൾ ടൂള് മാത്രം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ചോറും കൂടെ ഒക്കെ കൊടുത്താലേ അവർ. ഇതുകൊണ്ട് പിങ്കി തുരന്ന് തിണ്ണ എല്ലാം മറിച്ച് കളഞ്ഞത്. മണ്ണ് എല്ലാം തുരന്ന് കളഞ്ഞേക്കുക. സിമെൻറ്റ് തറ വരെ തുരന്ന് അവൾ മറിച്ചെന്നുള്ള.
ഇന്നെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് അവരെ അഴിച്ചു വിടാത്ത എന്താ എന്നൊക്കെ. അപ്പം ശനി ഞായറൊക്കെ മോൻ അവധിയുള്ളപ്പോൾ വന്നിട്ട് ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ കൃത്യസമയത്ത് നമ്മൾ അവരെ നോക്കാനായിട്ട് എത്തുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ അവരെ നോക്കുന്നുണ്ട്. നമ്മളങ്ങനെ വളർത്തിയതാ, അതുകൊണ്ട് നമ്മൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മുറിവൊക്കെ പുറത്തിട്ടുണ്ട്, എന്നാലും ആ ഒരു പാടുണ്ട്. അപ്പോൾ വീണ്ടും ഓയിൽമെൻറ്റ് ഇച്ചിരി ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലേ പാട് നല്ലപോലെ മാറുന്നിടം വരെ അതിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഇന്ന് മോച്ചാര് തന്നെ എല്ലാം ചെയ്യുന്നത്. മക്കളുമാർക്കെല്ലാം ഇവരോട് വലിയ കാര്യമാണ്. മുറിവങ്ങ് പുറത്ത് ഒരു ചെറിയ പാടുണ്ട്. ഈ വെള്ളവും കൂടെ അല്ലേ, അപ്പോൾ ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കാമെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിങ്കിയുടെ സൈഡിലൊരു ഇതുണ്ടായിരുന്നു, അത് ഒരു പാട് പോലെ ഉള്ളല്ല, മുറിവായിട്ടൊന്നുമില്ല. അത് മുട്ടുകുത്തി കിടക്കുന്നതിൻ്റെ നല്ല ഇതുമായിരിക്കും. അപ്പോൾ ഇന്ന് പിള്ളേരോടൊപ്പമായിരുന്നു ഞങ്ങൾ. മഴ തോന്നിട്ട് വേണം നമുക്കിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവരെയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാൻ. ഡോണൊക്കെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ചിരിയുണ്ട്, ചിരിക്കുമ്പോൾ അവരെ ചെവി പുറന്നോട്ട് പോകും.